നിന്റെ ജനാസ ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആദ്യമായി വരുന്ന മലക്ക് പേരാണ് മുൻകർ നക്കീർ എന്നാണ് നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുന്നതല്ല. ആദ്യമായി വരുന്ന മലക്കാണ് റൗമാൻ എന്ന് പറയുന്ന മലക്ക്. ആ റൗമാൻ എന്ന് പറയുന്ന മലക്ക് വന്ന് നിന്റെ ജനാസയുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് നീ മുസ്ലിമാണെങ്കിൽ, നീ മോമിനാണെങ്കിൽ നിന്നോട് സലാം പറഞ്ഞുകൊണ്ടാണ് മലക്ക് കടന്നു വരുന്നത്. നിന്റെ നന്മതിന്മകൾ മുഴുവനും നിന്റെ കഫം പുടവയിൽ നീ എഴുതി കൊടുക്കണം സഹോദരാ, നിന്റെ കഫം പുടവയിൽ നീ എഴുതി കൊടുക്കണം സഹാബ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ ഒന്ന് ചിന്തിച്ച് നോക്കണേ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തോട് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നാളെ പാരത്രികമായ ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരിമാർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നിന്റെ ഭർത്താവ് പേർഷ്യയിൽ നിന്ന് പൈസ അയച്ചു തരുമ്പോൾ ഹറാമായ പൈസ കൊണ്ടുവന്ന് ഹലാലായ പൈസയായാലും ഹറാമായ പൈസയായാലും പൊന്നുമോളെ നീ നാളെ സമാധാനം പറയണം. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മഹിഷറ വൻസഭയിൽ നിന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അവിടെ നീ അവിടെ നിരന്ന് എല്ലാവരും നിൽക്കുമ്പോൾ നിനക്കൊരു വിചാരണയുണ്ട് പൊന്നുമോളെ. നീ ധരിക്കും മരിച്ചുപോയാൽ എല്ലാം കഴിഞ്ഞ് ഖബറിൽ യാതൊരും തോന്നുമില്ല, അടക്കി പിരിഞ്ഞതാ ചെതലഴിച്ച് പുരുവഴുതായി ഞങ്ങളെ പോവുകയാണ്. അല്ല പ്രിയപ്പെട്ട പൊന്നുമോളെ, 41 ദിവസം കഴിയുമ്പോൾ നിന്റെ ശരീരത്തിന്റെ കഫം പുടവയുണ്ടല്ലോ, അത് ചെതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ മഹാനായ തടവ് ഉസ്താദ് പറഞ്ഞില്ലേ, നൗറല്ലാഹി മർക്കദ, ആ മഹാനവറുള്ള ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യനെ. ആ പണ്ഡിത കുലത്തിലുള്ള മഹാനായ തടവ് ഉസ്താദ് പറഞ്ഞില്ലേ, ഖബറെന്നു കേട്ടാ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടമ്പാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാ സമാന. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ 41 ദിവസം കഴിയുമ്പോൾ നിന്റെ ശരീരത്തിന്റെ കഫം പുടവയെല്ലാം പൊടിഞ്ഞങ്ങോട്ട് പോവുകയാണ്. ചെതിലും പുഴുക്കളും താവളം പെരുത്തുണ്ട്. നീ ചെല്ലുന്നത് സന്തോഷമാണ്, നിന്റെ കോമളമായ മൃദുലമായ ശരീരമാണ്. നീ എന്നും സോപ്പ് കുട്ടപ്പി പോലെ ബ്യൂട്ടി പാർലറിൽ പോയി നീ എല്ലാ ഫേഷ്യലുകൾ ചെയ്യുന്നത്, നിന്റെ മുഖമുണ്ടല്ലോ അത് ചെതലും പുഴുക്കളുമാണ് നാളെ നിന്നെ തിന്ന് കളയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ലെഗിൻസ് ഇട്ടുകൊണ്ട് പോകണ്ട, അത് റോഡ് മോഡൽ ആക്കണ്ട, അത് നമുക്ക് ഹറാമാണ്. പൊന്നുമോളെ, പരിശുദ്ധമായ പർദ്ദ നിനക്കില്ലയോ? പരിശുദ്ധമായ പർദ്ദ നീ ധരിച്ചുകൊണ്ട് നടക്കൂ. പൊന്നുമോളെ, നിന്നെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ. പർദ്ദയിൽ നിന്നിടുന്ന ആൾക്കാർ ഇന്ന് പാഷനാണെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പാടില്ല, പർദ്ദയെ ആക്ഷേപിക്കാൻ പാടില്ല സഹോദര. ബഹുമാനപ്പെട്ട തുളിക്കോട് മൂസാ മൗലവി പറഞ്ഞില്ലേ, നിങ്ങൾ ഏതൊരു സ്റ്റേജിനകത്ത് കയറിയാലും നബി തങ്ങളുടെ പേരിൽ ഒരു 3 സലാത്ത് ചൊല്ലിക്കൊണ്ട് വേണം. സലാത്തിന്റെ ബർക്കത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? നമ്മുടെ നമസ്കാരം സക്കാത്തുകളെല്ലാം ഫസാദായി പോയാൽ